ഇന്നിതാ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരുന്ന എല്ലാ പെട്ടികളും ഇന്ന് പുതിയ വീട്ടിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോവുക കേട്ടോ. അപ്പോൾ ഇനിയും താമസിക്കണ്ടെന്ന് വിചാരിച്ചു. ഇന്ന് ഞായറാഴ്ചയാണേ. അപ്പം രാവിലെ തന്നെ വിളിച്ച് ചോദിച്ചിട്ട് താക്കോല് ചോദിച്ചു കേട്ടോ നമ്മുടെ വീടിൻ്റെ ഓണറോട്. അപ്പോൾ ആ ചേട്ടൻ താക്കോല് തന്നു. അങ്ങനെ ചേട്ടായി അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഓരോരോ കാർഡ്ബോർഡ് പെട്ടികളായിട്ട് ബൈക്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. ഞാൻ ബാക്കിൽ പിടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ചേട്ടായി നേരെ വണ്ടി ഓട്ടിച്ച് നമ്മുടെ വീട്ടിലോട്ട് അങ്ങോട്ട് എത്തിക്കോളും. ഞാൻ വിചാരിച്ചിരുന്നത് 2 പെട്ടി ഒരുമിച്ച് കൊണ്ടുപോകാമെന്നാണ്. നീലൂട്ടനെ അംഗൻവാടി വിട്ടിട്ട്, അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നീലൂട്ടനെ അംഗൻവാടിയിൽ വിട്ടിട്ട് 2 പെട്ടി, ഒരു പെട്ടി ഫ്രണ്ടിലും വെച്ച് ഒരെണ്ണം ഞാൻ ബാക്കിൽ പിടിച്ചുകൊണ്ടിരിക്കാമെന്നായിരുന്നു. പക്ഷേ കുറച്ച് ഹൈറ്റുള്ള പെട്ടി ആയതുകൊണ്ട് ബൈക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ചേട്ടായിക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് 7 കാർഡ്ബോർഡ് പെട്ടിയും ഇങ്ങ് കൊണ്ടെത്തിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് സാധനങ്ങൾ, ഫോട്ടോസ് ഇരുന്ന 2 കാർഡ്ബോർഡ് പെട്ടികൾ ഫ്രീ ആക്കിയിട്ട് നമ്മൾ അത് തിരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മുടെ അലമാരയിലിരിക്കുന്ന തുണികളും പിന്നെ കുറേ കുറച്ച് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി കൊണ്ടുവരാനായിട്ട് 2 കാർഡ്ബോർഡ് പെട്ടി ഫ്രീ ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു റൂമിലായിട്ട് കൊണ്ടുവച്ചു. ഇതെല്ലാം ഒതുക്കി അങ്ങോട്ട് കൊണ്ടുവച്ചു. ഇനി ഒരു ദിവസം വന്നിട്ട് വീടെല്ലാം ഒന്ന് കഴുകി ഇറക്കണം കേട്ടോ. ഒന്ന് കഴുകി ഇറക്കണം. പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരിപ്പം പെയിൻ്റ് അടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വീടൊക്കെ ഒന്ന് കഴുകി ഇറക്കണം. അത് കഴിയുമ്പം 1-ാം തീയതി തൊട്ട് വരാമെന്നാണ് നമ്മൾ താമസം തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. 28-ാം തീയതി നമ്മൾ നേരെ ഇങ്ങ് പോരുമായിരിക്കും. അപ്പം ഇങ്ങനെ കുറേശ്ശെ സാധനങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബൈക്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഒരു വണ്ടി വിളിച്ച് നമുക്ക് കട്ടിലും മേശ, അലമാര, നമ്മുടെ ഫ്രിഡ്ജ്, TV ഇത്രയും സാധനങ്ങളും കൊണ്ടുവരാമല്ലോ. പിന്നെ 2 മെത്തയുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ അതും ബൈക്കിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ അതും ചെയ്തേനെ കേട്ടോ. അപ്പോൾ പിന്നെ വേറെ വണ്ടി വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇത്ര സാധനങ്ങളേ ഉള്ളൂ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ചേട്ടായി 2 പേസ്റ്റ് ബോർഡിനകത്തെ ഫോട്ടോസ് മാറ്റിയിട്ട് പേസ്റ്റ് ബോർഡ് ഫ്രീ ആക്കി എടുക്കും കേട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുക. ഇന്നിനി ബാക്കി ഒന്നും മാറ്റുന്നില്ല. ഇന്ന് തന്നെ ക്ഷീണിച്ചു. ഇപ്പം ഇത്രയും ചെയ്തപ്പോൾ തന്നെ ക്ഷീണിച്ചു. നമ്മൾ 7 പ്രാവശ്യമായിട്ട് മൊത്തത്തിൽ പോയി കേട്ടോ. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ 2 ലേസും ഒരു ഫിസ്സൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തി. ഇനി ഒന്ന് കിടക്കണം, ചോറ് കഴിക്കണം. രാവിലെ ചോറും സാമ്പാറും ചൂടാക്കി, പിന്നെ നമ്മുടെ ക്യാബേജ് തോരനും വെച്ചിട്ടായിരുന്നു പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എത്തിച്ചിട്ടുണ്ട്. ബാക്കി ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് കുറേശ്ശെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് നേരം കിടന്ന് പിന്നെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ മുറ്റം തൂക്കുക, പുറത്തിറങ്ങി പണികൾ ചെയ്യുക, ഇതൊക്കെ അവിടെ എനിക്ക് ഫ്രീ എന്നല്ല, അവിടെ എനിക്ക് അതൊന്നും ചെയ്യണ്ട കേട്ടോ. കാരണം അവിടെ മുറ്റം ഇല്ല തൂക്കാനായിട്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ചെടിയൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് തീരുമാനിച്ചേ. ചെടിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പത്തനംതിട്ടയിലോട്ട് പോവും. അവിടെ അവർ തഴച്ച് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് കളയാനായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഇത്രയും ആറ്റുനോറ്റ് കൊണ്ട് നടന്നിട്ട് എനിക്ക് കളയാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നോളാം ഇങ്ങ് എന്ന് പറഞ്ഞിട്ട് അമ്മയും പറഞ്ഞു. അപ്പം മുറ്റം തൂക്കാനുണ്ടായിരുന്നു. പറഞ്ഞു വന്നത് അതാ, നമ്മുടെ പുതിയ വീട്ടിൽ പോയി കഴിയുമ്പോൾ നമുക്ക് മുറ്റമൊന്നും തൂക്കേണ്ട ആവശ്യം വരുന്നില്ല. ആകെ ഉള്ളത് ബാക്ക് സൈഡിൽ തുണി കഴുകാനായിട്ടുള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലം. അവിടെ എനിക്ക് ഒരാഗ്രഹം, ഒരു കറിവേപ്പിൻ്റെ തൈ നട്ട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. നട്ട് വെക്കാനല്ല, ഇവിടെ ഇരിക്കുന്ന കറിവേപ്പിൻ്റെ ആ ഒരു ഡ്രമ്മ് അങ്ങനെ എടുത്തുകൊണ്ട്, അതൊരു ചെറിയ ഡ്രമ്മാട്ടോ, അങ്ങനെ എടുത്തുകൊണ്ട് അങ്ങ് പോവാം. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കാമെന്ന് ചോദിച്ചാൽ അത് മാത്രം എനിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റൂ കേട്ടോ. ബാക്കിയൊന്നും കൊണ്ടുപോയി വെക്കാനായിട്ടുള്ള സ്ഥലമില്ല. അതാണ് നിങ്ങൾക്ക് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഉള്ള വ്ളോഗൊക്കെ കാണുമ്പോഴത്തേനും മനസ്സിലാവും എന്തുകൊണ്ടാണ് ചെടികളൊന്നും കൊണ്ടുപോകാത്തത്. സ്ഥല പരിമിതിയെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമുക്ക് അടുത്ത മാസം തൊട്ട് നമ്മുടെ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ വൈകിട്ട് മുറ്റമൊക്കെ ഒന്ന് തൂക്കും. ഇന്ന് ഭയങ്കര വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ തുണി നനച്ചിട്ട് ഇപ്പം ഞാൻ രാവിലെ അങ്ങ് തുണി നനച്ചിടും. ഒരു 8 മണിയാകുമ്പോൾ തുണിയെല്ലാം അങ്ങ് നനച്ചിടും. അപ്പം ഉച്ചക്കലത്തെ അത് കഴിഞ്ഞിട്ടുള്ള വെയിലത്ത് വൈകിട്ട് ഒരു 4 മണി 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ തുണികൾ പപ്പടം പോലെ ഉണങ്ങി കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ നനച്ചിട്ട തുണി
ഇതുവരെയായിട്ട് ഉണങ്ങിയിട്ടില്ല. ചെറിയ നനവൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതും ഈ കട്ടിയുള്ള പാൻറ്റൊക്കെയാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ ഇപ്പോഴത്തെ വെയിലിന് അത് ഉണങ്ങി കിട്ടേണ്ടതാണ്. പക്ഷേ ഇന്ന് അത്ര വെയിലില്ലായിരുന്നു കേട്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നു നമ്മുടെ ട്രിവാൻഡ്രം, കൊല്ലം ജില്ലകളിൽ. പക്ഷേ ഞാൻ താമസിക്കുന്നിടത്തൊന്നും വലിയ മഴയൊന്നും പെയ്തില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ചാറി, അത്രയേ ഉള്ളൂ. മണ്ണൊന്ന് ചെറുതായിട്ട് നനഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ വേറെ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടം ആ ഭാഗത്തൊക്കെ ഭയങ്കര മഴയായിരുന്നെന്ന് ഞാനിങ്ങനെ കേട്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ മങ്ങലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും വെയിലില്ലാതിരുന്നത്. ഇനിയിപ്പം മഴ പെയ്യുമോയെന്നും അറിയത്തില്ല, പെയ്യത്തില്ലായിരിക്കും. പിന്നെ എല്ലായിടവും ഒന്ന് തൂത്ത് വൃത്തിയാക്കി. അപ്പം ഈ മാസം കൂടെയല്ലേ എനിക്ക് മുറ്റം തൂക്കാനായിട്ട് പറ്റൂ. അടുത്ത മാസം തൊട്ട് എനിക്ക് മുറ്റം തൂക്കാനായിട്ട് പറ്റൂല. അതുകൊണ്ട് ഈ മാസം അങ്ങ് തൂത്തങ്ങ് ഞാനങ്ങ് മറന്നങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുറ്റമെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് ഇനിയൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അപ്പം അടുത്ത എന്താ പറയുക, ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വ്ളോഗുമായിട്ട് വരാം കേട്ടോ. അടുത്ത പാക്കിങ്ങും അടുത്ത സാധനങ്ങൾ കൊണ്ടുപോകുന്നതും സാധനം കടത്തലും ഒക്കെ ആയിട്ട് അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം കേട്ടോ. ഞാൻ ആറ്റുനോറ്റ് വളർത്തിയ എൻ്റെ മത്ത വരെ ഞാൻ പിഴുത് കളഞ്ഞു ഗൈസ്. എനിക്ക് എന്ത് വിഷമമായെന്നറിയാവോ. കൊണ്ടുപോകാനായിട്ട് വേറെ വഴിയില്ല, ഇതേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.